വെൽക്കം സാർ. നമ്മൾ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്തിട്ട് ആദ്യമായിട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ പേഷ്യൻ്റ് രജിസ്റ്റർ ചെയ്യുന്ന പേഷ്യൻ്റ് രജിസ്ട്രേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ലോഗിൻ കൊടുക്കുന്നു, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ചെയ്യുന്നു, പേഷ്യൻ്റ് രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് പോകുന്നു. ഫസ്റ്റ് ടൈം ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ പേഷ്യൻ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നു. ഫസ്റ്റ് നെയിം കൊടുക്കുന്നു, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഏജ്, മന്ത്, ഡേ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, കാർഡ് വേണോ എന്നാണ് ചോദിക്കുന്നത്. ഒ പി കാർഡ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്രിൻ്റർ വെച്ച് നമുക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ നോ കൊടുക്കുക. ഒ പി രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടറെ കാണുകയാണെങ്കിൽ യെസ് കൊടുക്കുക. ഒ പി ചീട്ട് പ്രിൻ്റ് ചെയ്ത് വരും, അതിനുള്ള ഫോർമാറ്റാണ് വന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഒ പിയിലേക്ക് പോകുന്നു. ഈ പേഷ്യൻറ്റിനെ ഏത് ഡോക്ടറെ കാണണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു, ഫിസിഷ്യൻ. ഡോക്ടർ സെലക്ട് ചെയ്യുന്നു, ഡോക്ടർ അരുൺ. ഡോക്ടർ അരുണിന് 150 ആണ് ചാർജ്. അത് ഡോക്ടറിൻ്റെ പേജിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. വിസിറ്റിംഗ് ടൈം ഒരു 10 ദിവസം ഫ്രീ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ വരുമ്പോൾ 10 ദിവസത്തിനിടയിൽ വരുമ്പോൾ ചാർജ് ചോദിക്കില്ല. ഇതാണ് ഒ പി രജിസ്ട്രേഷൻ്റെ രീതി. സേവ് ചെയ്യുന്നു. റെക്കോർഡ് സേവ്ഡ്. റെസിപ്റ്റ് വേണമെങ്കിൽ 150 അവർ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് വേണമെങ്കിൽ ഓക്കെ കൊടുക്കാം, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഡോക്ടറുടെ ഫയലിൽ വെച്ച് കൊടുക്കാൻ ഷീറ്റ്, പേഷ്യൻറ്റിൻ്റെ ഐ ഡിയും നെയിമും ഉൾപ്പെടെയുള്ള ഏജ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഉള്ള ഷീറ്റ് വേണമെന്നാണ് ചോദ്യം. ഓക്കെ കൊടുത്താൽ പ്രിൻ്റ് ചെയ്തു വരും ഷീറ്റ്. ഇവിടെ ക്യാൻസൽ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യമായിട്ട് വന്നൊരു പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം ഒ പി ഡി സേവ് ചെയ്തു. ഇനി ഈ പേഷ്യൻറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.